ഓം ശാന്തി. ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. അതായത് വിദൂരമായ ഭാവിയിൽ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കപ്പോൾ അവിശ്വസനീയമായി തോന്നാം. നമ്മൾ കരുതിയത് ഭാവിയിൽ എപ്പോഴെങ്കിലും അത് നടക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ട് പറയാറില്ലേ, തേടിയ വള്ളി കാല് ചുറ്റും. കാരണം ഇന്ന് നമ്മുടെ ചുറ്റും സയൻസ്, ടെക്നോളജി, സോഷ്യൽ പ്രോഗ്രസ് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലാണ് അത് മുൻപോട്ട് പോകുന്നത്. ഒരു കാലത്ത് നമ്മൾ സയൻസിൽ പോലും ഒരു ഫിക്ഷനായി കരുതിയ ചില കാര്യങ്ങൾ ഒരു ഡ്രീംസ് ആയിരുന്നു. ഉദാഹരണം നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ സംഭവിക്കുമോ, നടക്കുമോ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എത്ര ഈസിയായി നടക്കും. നമ്മുടെ തന്നെ ഈ ആയുസിന്റെ കുറഞ്ഞ കാലത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി. പണ്ടൊക്കെ ഒരു മാറ്റം നടക്കണമെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കും. ഇപ്പോഴോ ദിവസങ്ങൾക്കുള്ളിലാണ് ഓരോ മാറ്റങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രസന്റ് പോലെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, സെൽഫ് ഡ്രൈവിംഗ് കാറ്, വിർച്വൽ റിയാലിറ്റി, പിന്നെ അഡ്വാൻസ്ഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, ആരോഗ്യരംഗത്തെല്ലാം കണ്ടില്ല എത്ര മാറ്റങ്ങളാണ്. നമ്മൾ പണ്ടൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അല്ലേ, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ്. ഇന്ന് ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതിപ്പോ നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇതൊരു അർജൻസിയെ അഥവാ മോട്ടിവേഷനെ കൂടി സൂചിപ്പിക്കും. കാരണം ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ശരിക്കും പ്രയത്നിക്കണം എന്നൊരു ധ്വനി കൂടി ഈ ഫ്രേസിനുണ്ട്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതകരമായ കാര്യം കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ട് ഒരു സർജറി നടത്തും, ഡോക്ടർ ഇല്ലാതെ, ഫ്യൂച്ചർ ഈസ് നൗ. അവിശ്വസനീയമായിരിക്കുന്നല്ലോ. ഒരു യന്ത്രമനുഷ്യൻ ഒരു മനുഷ്യനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് സർജറി ചെയ്യും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ദ ഫ്യൂച്ചർ ഈസ് നൗ. AI ടൂൾസ് ഒക്കെ വന്നു, എന്തെല്ലാം സ്മാർട്ട് അസിസ്റ്റൻസ് വന്നു. നമ്മൾ പറയും ദിസ് ടെക്നോളജി ഇസ് അമേസിംഗ്, ദ ഫ്യൂച്ചർ ഈസ് നൗ. ഈ ടെക്നോളജി എന്ത് അത്ഭുതാവഹമാണ് അല്ലെ. ഭാവി ഇപ്പോൾ വർത്തമാനകാലത്തിലാണ്. ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, മനസ്സാ വാച നിരൂപിക്കാത്ത ഒരു കാര്യം നമ്മുടെ മുമ്പിൽ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ആണ് ദ ഫ്യൂച്ചർ ഈസ് നൗ. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട്. ഭാവിയെ നമുക്ക് പ്രസന്റിലേക്ക് കൊണ്ടുവരിക. അർത്ഥം ഭാവിയിൽ എന്താണോ നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നൊരു അണ്ടർസ്റ്റുഡ് മീനിങ് കൂടി ഇതിലുണ്ട്. ഓക്കെ, ഓം ശാന്തി.